എന്റെ വീട്ടില് അങ്ങനെ ഭയങ്കര സപ്പോർട്ട് എന്ന് പറയാനില്ല. വളരെ കുറഞ്ഞ സപ്പോർട്ടായിരുന്നു. വളരെ പക്ഷെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ അത്തായൊക്കെ ആദ്യത്തെ ടൈമിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആദ്യത്തേക്ക് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അത്ത ഒരു സപ്പോർട്ടും ഇല്ല അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ താഴെ കണ്ടില്ല എന്റെ മോളുടെ യൂട്യൂബ് ചാനല് മീൻസ് ഇപ്പൊ സപ്പോർട്ട് ഉണ്ട്. ആ ടൈമിൽ ഒന്ന് അവർക്ക് ഇതിനെപ്പറ്റി നമ്മളിപ്പോ നിൽക്കുന്ന ഒരു വളർന്ന സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ വളർന്ന ഒരു ഫാമിലി, അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഇതാണ്, ടോക്സിക് എന്ന് ഞാൻ പറയില്ല, കാരണം അതങ്ങനെ പഠിച്ചു വന്നതാണ്. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവർക്ക് എല്ലാം കുറെയൊക്കെ മനസ്സിലായി തുടങ്ങി, ഇങ്ങനെയാണ്. എന്നാലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്, പിന്നെ മനസ്സിലാവുമായിരിക്കും. അതിപ്പോ എനിക്കായാലും ഉണ്ട്, മനസ്സിലാവാത്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സപ്പോർട്ടോ ഉണ്ട്, ഭയങ്കരം എന്ന് പറയാനില്ല, എന്നാലും മുമ്പത്തേനെ വെച്ച് ഒരുപാട് നല്ല സപ്പോർട്ട് ഉണ്ട്. അസ്ലയുടെ കാര്യം എങ്ങനെയാണ്? എന്റെ കാര്യത്തെ വെച്ച് എന്റെ വീട്ടുകാരാണ് എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയും, ഇപ്പൊ ബ്രേക്കപ്പിന്റെ കാര്യം പറഞ്ഞോണ്ട് നമ്മള് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ബ്രേക്കപ്പ് ആയ വീഡിയോ ചെയ്തപ്പോ ന്യൂസ് വന്നിട്ട് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഉമ്മ കാണുന്ന അത് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി ഷെയർ ചെയ്തേക്കുന്നു, അറിയാത്തവരെയും കൂടി അറിയിക്കുന്നത് എൻ്റെ മോള് ബ്രേക്കപ്പ്. ഞാൻ ഇങ്ങനെ അപ്പം ചിന്തിച്ചിട്ടുണ്ട്, ഇനി അത് പോട്ടെ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഉറങ്ങി കിടക്കുന്ന ഒരു എല്ലാവരും കണ്ടിട്ടുണ്ട്, നല്ല വൈറലായിരുന്നു ആ സാധനം. അതും എൻ്റെ ഉമ്മ അങ്ങ് വാട്സാപ്പ് എന്തായിക്കോട്ടെ, അതിപ്പം വിമർശനം ആയിക്കോട്ടെ, സപ്പോർട്ട്, എൻ്റെ ഉമ്മ എടുത്ത സ്റ്റാറ്റസ് ഉമ്മക്ക് അതൊക്കെ ഭയങ്കര അഭിമാനമാണ്. അതാണ് എൻ്റെ വീടിന്റെ മൊത്തത്തിലുള്ള അപ്പൊ എനിക്ക് അത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡിപ്രഷനിലോട്ട് പോയേനെ. ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ഉമ്മ, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ, പിന്നെ എൻ്റെ ഉപ്പ എൻ്റെ കൂട്ട് നിന്നില്ലെങ്കിൽ ഞാൻ തകർന്നു. നാട്ടുകാരൊക്കെ ഇങ്ങനെ അതും ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും പറയുന്നത് അവൾക്ക് അവളുടേതായ വ്യക്തിത്വം ഉണ്ട്. ഓക്കെ, അവൾ ഒരിക്കലും ഇപ്പൊ ഞാൻ എൻ്റെ പ്രണയം ഓപ്പൺ ആക്കിയിട്ട് എനിക്കത് കാണിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഈ നിമിഷം എൻ്റെ കല്യാണം കഴിഞ്ഞു സന്തോഷമായിട്ട് പോകും. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പ്രണയം ഉണ്ടായിരുന്നു. അതിപ്പോൾ ആൾക്കാർ അറിയണേൽ എന്ത് തെറ്റ്. ഞാൻ ഇതുവരെ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇതാക്കില്ല. ഞാൻ ഈവൻ എൻ്റെ ബ്രേക്കപ്പ് ആണെങ്കിൽ പോലും വളരെ സൗഹൃദത്തോടി കഴിഞ്ഞ ബ്രേക്ക്, ഞാൻ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ആൾക്കാർ അറിയുന്നതുകൊണ്ട് എനിക്ക് എന്ത് പ്രശ്നം. ഞാൻ എന്തായാലും ഇത് നാട്ടുകാരൊന്നും അറിയാണ്ട് ഒളിപ്പിച്ച് വെക്കണം എന്നുള്ളൊരു സാധനം ഇല്ല. എന്തൊക്കെ വന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഗുണം ചെയ്തിട്ടുള്ളൂ. എന്നെ കല്യാണം കഴിക്കാൻ ഒരാൾ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് എന്നെ മുമ്പ് അറിയത്തില്ല, അവൻ എന്നെ കണ്ടിട്ടേ ഇല്ല ഇൻസ്റ്റയിലും. അപ്പൊ അവനോട് എനിക്ക് കഥകൾ മൊത്തം പറയേണ്ടി വന്നാലും അവന്റെ വീട്ടുകാരോട് എനിക്ക് കഥകളൊന്നും പറയേണ്ടി വന്നിട്ടില്ല. കാരണം ഇവൻ കൂടെ ഞങ്ങൾക്കറിയാം, അവരൊക്കെ അങ്ങോട്ടേക്ക് അവനോട് കഥ പറഞ്ഞു കൊടുത്തോണ്ട് അവന്റെ മമ്മിയെക്കൂടെ പപ്പയെക്കൂടെ അനിയനായിക്കൂടെ എല്ലാവർക്കും കഥ അറിയണം. എനിക്ക് ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് എന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിലാണ് അവർ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോന്നും പറഞ്ഞിട്ട്.